بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد عن عمران بن حسين رضي الله عنه عن النبي صلى الله عليه وسلم إن أفضل عباد الله يوم القيامة الحمادون. മഹാനായ ഇമ്രാൻ ബിൻ ഹുസൈൻ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അള്ളാഹുവിനെ കൂടുതൽ സ്തുതിക്കുന്നവരാണെന്ന്. അൽഹംദുലില്ലാ എന്ന് പറയുമ്പം ഖൽബിയായ ഒരു തഅല്ലുഖ്, ഒരു ബന്ധം ഉണ്ടാവണം. ഖൽബറിഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കുന്നിടത്താണ് അൽഹംദുലില്ലാ എന്നത് സത്യമാകുന്നത്. ഒരു മുറുക്ക് വെള്ളം കുടിച്ചിറക്കുമ്പോഴും ഒരു പിടി ഭക്ഷണം കഴിച്ചിറക്കുമ്പോഴും അൽഹംദുലില്ലാ എന്നറിയാതെ നമ്മുടെ നാവിലൂടെ വരണം. ഹൃദയം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ദിക്കറായിട്ട്, ഒരു ഹംദലത്തായിട്ട് അത് വരണം. എത്ര ആളുകളാണ് ആധുനിക ട്യൂബുകളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു നേരം ശ്വാസമെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വളരെ നാച്ചുറലായിട്ട് അല്ലാഹു തആല അവൻ്റെ നിഅമത്ത് കൊണ്ട് നമ്മളെ സന്തോഷിപ്പിച്ചു. ഒരു ബുദ്ധിമുട്ടും ഇതുവരെ തന്നിട്ടില്ല. ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാലിഹ്യങ്ങൾ ചിന്തിക്കുന്നത് അല്ലാഹു തആല എനിക്ക് ഇത്രയല്ലേ തന്നിട്ടുള്ളൂ, ഇതിനേക്കാൾ ബുദ്ധിമുട്ടുന്ന എത്ര ആളുകളുണ്ട് എന്ന് ചിന്തിച്ച് അവർ റബ്ബിനെ സ്തുതിക്കും. നിഅമത്ത് കിട്ടുന്ന സമയത്ത് അൽഹംദുലില്ലാ അല്ലാഹ് എനിക്കിത് തന്നല്ലോ, ഇതും കിട്ടാതെ എത്ര ആളുകളുണ്ട് എന്ന് ചിന്തിച്ച് അവരതിനും അൽഹംദുലില്ലാ എന്ന് പറയും. ചില സ്ത്രീകൾ, ഈമാൻ വളരെ കുറഞ്ഞുപോയ ആളുകൾ, ഭർത്താക്കന്മാർ കൊണ്ടുകൊടുത്ത സാധനം ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് പുറംകാല് കൊണ്ട് ചവിട്ടി താഴ്ത്തുന്ന രൂപത്തിലുള്ള സംസാരം പറയും. അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞുകൂടാ. അല്ലാഹു തആല തന്ന നിഅമത്താണെന്ന് മനസ്സിലാക്കിയിട്ട് എത്ര ചെറുതാണെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് സ്വീകരിച്ച് അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ അന്ത്യനാളിൽ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ആളുകൾ ഹമ്മാദീങ്ങളാണ്, ഏറ്റവും കൂടുതൽ ഹംദ് ചെല്ലുന്നവരാണെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ആഖിറു സമാൻ അടുക്കും തോറും നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ, നന്ദി ചെയ്യാൻ മടിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളായിട്ട് നമ്മൾ മാറരുത്. എപ്പോഴും ഹംദലത്തിൻ്റെ അഹ്ലുകാരാവണം. ബാത്റൂമിൽ നിറങ്ങി വരുന്ന സമയത്ത് പറയുന്നില്ലേ, ഗുഫ്റാനക അൽഹംദുലില്ലാ, കെട്ടി നിൽക്കുന്ന മലത്തിനെയും മൂത്രത്തിനെയും വെളിയിലേക്ക് ഒരു ചെലവില്ലാതെ അല്ലാഹു തആല ഒഴിവാക്കി തരുന്നു. എത്ര ആളുകളാണ് മലദ്വാരത്തിന് ക്യാൻസറായിട്ട് വയറിൻ്റെ രണ്ടു ഭാഗത്തും മെഡിക്കൽ ബാഗുകൾ വെച്ചുകൊണ്ടതിലൂടെ മലം പുറത്തെടുക്കുന്ന എത്ര ആളുകളുണ്ട്. എത്രമാത്രം ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. എല്ലാ ഘട്ടത്തിലും അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന ഹംദലത്തിൻ്റെ വാചകങ്ങൾ നമ്മുടെ നാവിലൂടെ വരണം. ആ കാരണം കൊണ്ട് അല്ലാഹു തആല തന്ന നിഅമത്തുകളൊക്കെ മരണം വരെ അനുഭവിക്കാൻ സാധിക്കണം. അല്ലാഹു തആല യഥാർത്ഥ ഹമ്മാദീങ്ങളിൽ, അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന ഹമ്മാദീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ.